നമ്മൾ ഇന്ന് ഒരു മലയാളിയെ തിരഞ്ഞെത്തിയത് അബുദാബിയിലാണ്. അബുദാബി, ആസ് യു ഓൾ നോ, ഇറ്റ്സ് ദ ക്യാപിറ്റൽ ഓഫ് UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തലസ്ഥാനമാണ്. നിരവധി മലയാളികളും നിരവധി ഇന്ത്യൻസും താമസിക്കുന്ന ഒരു സ്ഥലമാണ് അബുദാബി. അബുദാബി ഈസ് മെൻ ഫോർ എസ് ബിസിനസ് ഹബ്. ആൻഡ് മാത്രമല്ലാതെ നിരവധി മലയാളികൾ ഇവിടെ പ്രൊഫഷണൽ ജീവിതത്തിലും ബിസിനസ് ജീവിതത്തിലും വളരെ സക്സസ്ഫുള്ളായി നിൽക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ പാലക്കാട് നിന്ന് ജനിച്ച് വളർന്ന് UAE അബുദാബിയിൽ ഇന്നൊരു ബിസിനസ് മാനായി നിൽക്കുന്ന ഒരു അതിഥിയാണ് അദ്ദേഹം. മിസ്റ്റർ ഗോപി അപ്ലി, ഡയറക്ടർ ഓഫ് മാസ് ട്രാൻസ് ഫ്രൈറ്റ്. അദ്ദേഹത്തിനെ നമ്മുടെ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. വളരെ സന്തോഷമുണ്ട് ഒരു മലയാളിയെ കാണുമ്പോഴും ഒவ்வொരു മലയാളിയെ കാണുമ്പോഴും ഒരു പുതിയ അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. ദിയർ ലൈഫ് സ്റ്റോറി ഈസ് സംതിങ് വെരി, എന്താ പറയുക, സംടൈംസ് ഇറ്റ് ഈസ് എക്സൈറ്റിംഗ്, സംടൈം ഇറ്റ് ഈസ് എമോഷണൽ, സംടൈം ഇറ്റ് ഈസ് സെൻസിറ്റീവ്. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമ്മുടെ ഹ്യൂമൻ വാല്യൂസ്. ആ വാല്യൂസിനെ സാറിൻ്റെ ജീവിതത്തിൽ നിന്നും സാറിൻ്റെ ബിസിനസ് ലൈഫിൽ നിന്നും നമ്മൾ കുറച്ച് ഷെയർ ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് കൊടുക്കാൻ പോകുകയാണ്. മാക്സിമം നമ്മൾ എനിക്കറിയാം, എനിക്ക് എന്നെ നിക്ഷിപ്തമായിട്ടുള്ള അറിവിനെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. സാറിൻ്റെ ജന്മസ്ഥലം? എൻ്റെ ജന്മസ്ഥലം പാലക്കാടല്ല, എൻ്റെ ജന്മസ്ഥലം വന്നിട്ട് തൃശ്ശൂരാണ്. തൃശ്ശൂർ പുത്തൂർ എന്ന് പറഞ്ഞിട്ടാണ്. പുത്തൂർ അവിടെയാണ് ഈ പള്ളി തറവാട് എന്ന് പറയുന്നത്. പിന്നെ അവിടെ നിന്ന് എൻ്റെ ഫാദറുടെ വീട് നെന്മാറ, കേട്ടിട്ടുണ്ടോ? നെന്മാറ വേലയ്ക്ക് വളരെ പേര് കേട്ട. തീർച്ചയായിട്ടും നെന്മാറ മൂത്തെടുത്ത പാറയിലാണ് എൻ്റെ അച്ഛൻ്റെ വീട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛനായിട്ട് തന്നെയാണ് വടക്കഞ്ചേരിയിൽ ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് 52 years വടക്കഞ്ചേരിയിൽ അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് മൂത്തെടുത്ത വീട് എന്ന് പറഞ്ഞിട്ട്. വടക്കഞ്ചേരി നിന്നാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നപ്പോൾ ലൈഫ് തുടങ്ങുന്ന യു ക്യാൻ സേ ദാറ്റ്. ദാറ്റ്സ് റൈറ്റ്. എഡ്യൂക്കേഷൻ നെന്മാറ NSS കോളേജിലായിരുന്നു. ഒരു CI സ്കൂൾ ആയക്കാട് വടക്കഞ്ചേരിയിൽ എന്നെ വിളിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെന്മാറ NSS കോളേജിൽ നിന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഐ സ്പെൻഡ് അബൌട്ട് 5 years in Bombay. I was working with one of the well-known publishers like New India, what is called publishers, you know, that Reader's Digest publishers. അപ്പോൾ അവിടെ 5 വർഷക്കാലം വർക്ക് ചെയ്തു. Near about 3.5 years with them, and then I shifted to another സർവീസ്. അല്ലല്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു. 5 വർഷം ബോംബെയിൽ തന്നെ ഉണ്ടായിരുന്നു. 3.5 വർഷം വരെ കൂടെ ഉണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു പ്രൊഫഷണലി, എന്ത് ഡെസിഗ്നേഷനിലായിരുന്നു? ഡെസിഗ്നേഷൻ എൻ്റെ ആക്ച്വലി ഐ വാസ് that subscription that I was a part of controlling subscription deal. എങ്ങനെയാണ്, how did you get that job actually? Just through ad. Through an ad. And I can see a small UK influence in the way you speak. Have you ever been to UK? I've been to UK, of course, and through my business career, naturally. How many years you have been there? How many years? It's a matter of 1 week. So, okay. I can, എന്താ വെച്ചാൽ UK ആ ഒരു ഇംഗ്ലീഷിൻ്റെ ഇൻഫ്ലുവൻസ് സാറിൻ്റെ ഇംഗ്ലീഷിൽ തീർച്ചയായിട്ടും. ലാസ്റ്റ് 34 years in this country, naturally that my language should improve. Very nice. Through my experience, means through my interaction with various nationalities, naturally that I might have improved. Thank you for the compliment. And then, like, you know, sir, ബോംബെയിൽ ഫസ്റ്റ് 3.5 years ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തു. And then you went moved out to another, you know, William Industries. I don't know that. They are the major manufacturers of Anchor brand nylon socks. Okay. It was a big factory that was in Silvery, and then I joined within the Time Office. Actually, Time Office clerk, you can say that. So you know better about what is time and how important time is in life, how valuable it is. Yeah, it's really, I got into those kind of experiences too. And നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ആദ്യം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ടൈംസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഉണ്ടായിരുന്നത്. And then how did you move into the logistics department? Logistics, actually, that I came here in 1978. I was working for a company called Sifico WLT. It was a partially French and Lebanese organization that is based at Sharjah. And I joined them as you can say, an accounts assistant or like. And very soon that I become the manager of that company. നമ്മൾ ഇവിടെ കാണുന്ന മനുഷ്യരുടെ ജീവിതം, പച്ചയായിട്ട് മനുഷ്യരുടെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ചിലരെ നമ്മൾ കാണുന്നുണ്ട് ഭക്ഷണം കഴിക്കാനും പോലും വഴിയില്ലാതെ
കുടുംബത്തിന് അയക്കുക, എന്നിട്ട് അവർ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടൊന്നും അവർക്ക് അറിയിക്കാതിരിക്കാൻ ഇവിടുന്ന് പോകുമ്പോൾ നല്ലൊരു രീതിയിൽ നിറയെ പെർഫ്യൂം, അങ്ങനെ നമ്മൾ കുറേ സ്റ്റോറീസ് അങ്ങനെ കേട്ടിട്ടുണ്ട്. മാത്രമല്ല സിനിമകളിലും നമ്മൾ കാണുന്നത് അത് സത്യാവസ്ഥയാണ്. ആൻഡ് ബട്ട് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് അത് ചിലരുടെ ജീവിതത്തിൽ മാത്രമേ കാണാൻ സാധിക്കുന്നു. ബാക്കി ചിലരുടെ ജീവിതത്തിൽ നോർമലി ഒരു ഹ്യൂമൻ ബീയിങ് എത്രത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് ഈ ഗൾഫ് കൺട്രി കാണാം. തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് പലരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഓഫ് ഓൾ ഓഫ് എ സഡൻ. So through a process like or through their experience or through their effort, many people have come out with and now you can say that, and especially take the number one Mr. Yusuf Ali, who are all proud of having such an that അപ്പോൾ അങ്ങനെ പോലുള്ള ആൾക്കാർക്ക് that time that he is also struggled. It's not like once and all of a sudden that he become millionaire or billionaire. No. 24 years I was working. I was the GM for one of the shipping company, which is third largest shipping in the world. I see. I was in Abu Dhabi for 20 years with them. And you can say that നമ്മളെല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഒരു ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നു. ഇവിടെ ഒരു 5.5 years I had to struggle with my litigation. I see. Because through group of people, നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ സമയദോഷമായിരിക്കാം. കാരണം ചെയ്യാത്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു എക്സിക്യൂട്ടീവ് ലെവലിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ പുറത്താക്കണം എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ they thought of and they made lot of stories. But that 5.5 years could have given you again a good lesson. Yes, exactly. I could realize who are all will be with me during my bad time and good time, like that. I could have, I really that I feel that that had it been the case that time hasn't come, definitely I would have been realized myself. That is what. Okay, ഞാൻ ഇത്രയും പോയി കഴിഞ്ഞു, എൻ്റെ ഫാമിലി എൻ്റെ കുട്ടികളെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇവിടെ എല്ലാം പറഞ്ഞു തന്നെ. I got married, I got 2 kids, they are all professionals, and my wife is a famous teacher in the Indian school. I see. Where? Abu Dhabi Indian school. And of course one of my daughter is a doctor. I see. She's not here, but of course she's back in India. She's working with Jubilee Mission Institute. I see. And one of my daughter is working, the second daughter is working with the National Bank of Abu Dhabi. ഇന്നിപ്പോ ഈ മാസ് ട്രാൻസ് ലോജിസ്റ്റിക്സ് ഈ സർവീസ് തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഈ മാസ് ട്രാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിൻ്റെ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർവേസ് മിഡിൽ ഈസ്റ്റ് ലോജിസ്റ്റിക്സ് എന്നായിരുന്നു. ഇതിനെ ഞങ്ങളിതിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 1.5 വർഷം മുന്നാണ് മെർജ് ചെയ്തു. മാസ് ട്രാൻസ് ഗോട്ട് ദുബായ് ആസ് വെൽ ദ ഓഫീസ്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ മെർജ് ചെയ്തു. It's all total professionally managed company. We are into various activities like logistics in various forms of logistics. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് മെർജ് ചെയ്തിട്ട് മാസ് ട്രാൻസ്ഫർ LLC എന്ന് പറഞ്ഞിട്ടായിട്ടുള്ളൂ. എന്തൊക്കെയാണ് നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ആക്ടിവിറ്റീസ്? We are into project logistics, exhibition logistics, air and sea. Of course, it's a normal container and LCL movements. And of course, we take turnkey projects like, for oil companies and all that are out of size, out of cage cargoes, and that are big pipes and all that. Not pipes actually, kind of equipments you can say, which come by ships. From the ship that we will we'll take them in what is called specialized truck. Yeah, it's not truck, it's called trailers, like trailers, yeah, a big multimodal trailers. You can that okay. Yeah. So the freighting will be done from the ship to the end user. Even from factory to that also, that we are on expert basis also, that we take care of. I see. So whatever the clients, that what our customer require, definitely that we are there, we have the total. It's a MNC company, it's a multinational company. അച്ഛൻ അമ്മ ഈ രണ്ട് പേരെടുത്തും എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് സാർ പഠിച്ചെടുത്തത്? എൻ്റെ അച്ഛൻ അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. They were not considering about what wealth my mother carries or what wealth my father carries. Then vice versa. They were not bothered about. They both have a common goal to bring up their offsprings into a certain level and to get the fruit out of it. എത്രത്തോളം ദൈവവിശ്വാസമുണ്ട്? ദൈവത്തിനെ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരാധിക്കാറുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം I am 100% dedicated to God. Not that doesn't means that I am sitting all the time in front of God. If you are 100% dedicated to God, obviously you will be doing all your work properly.
ഇന്ന് സാറിൻ്റെ സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? ഞങ്ങളിപ്പോൾ ടോട്ടൽ ഇത് മാരേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ നിയർ അബൌട്ട് 39 സ്റ്റാഫ് ഉണ്ട്, 39 സ്റ്റാഫ്, ഇൻക്ലൂഡിങ് ദുബായ്. ഈ 39 ഫാമിലിക്കും സാറാണ്? ഞങ്ങൾ വി 5 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിന് അവർ പിന്നെ എല്ലാവരും കൂടിയിട്ടുള്ള, അപ്പോൾ അത് ഞാൻ മർജ് ചെയ്തതിന് ശേഷം, അതർവൈസ് ഇറ്റ് വാസ് എക്സ്ക്ലൂസീവ് ഫോർ മീ. Okay. ഇവിടെ So employees play a very vital role in an organization's development. എത്രത്തോളാണ് എംപ്ലോയീസിന്റെ കോർഡിനേഷൻ ഉണ്ട് ബിസിനസ് ലെവലിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസ് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസ് ഈസ് ഓൾസോ സെയിം ലൈക്ക് ദേ ആർ നോട്ട് കമ്മിങ് വിത്ത് ഫുൾ ഓഫ് നോളേജ് ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ് ടു particular subject. So they will bring some knowledge along with them, and we identify them whether they can be materialized, they can be pushed to certain positions or certain employment. അപ്പോൾ ആ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് അതുണ്ടാകുന്ന വീഴ്ചകളെല്ലാം ഞങ്ങളതിൽ അവരെ ഇരുത്തി അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഗൈഡ് ലൈൻസ്, പ്രോപ്പർ ഗൈഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞിട്ടൊക്കെ തന്നെ ദേ ആർ പ്രൊഡ്യൂസിങ്. ജീവിതത്തിൽ നിന്ന് നേടിയെടുത്ത ഈ സമ്പത്ത്, ഈ എക്സ്പീരിയൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് എന്താണ് അഡ്വൈസ് പറയാനുള്ളത്? Be loyal to yourself and community. Feel that you are part of that community and do good things. At least don't hurt anybody. തീർച്ചയായിട്ടും ബി ലോയൽ ടു യുവർ. നമ്മൾ ലോയലായി ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് സഹായിക്കാനും പറ്റുള്ളൂ. എന്തായിരുന്നാലും സാറിൻ്റെ തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ കയറി വന്നത്. അതിന് സമയം എത്ര വിലപിടിച്ചതാണ് നമ്മൾ എല്ലാവർക്കും അറിയാം. സാറിൻ്റെ ഇത്രയും വിലയേറിയ സമയം നമുക്കായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കായിട്ടും ഷെയർ ചെയ്തതിന് വളരെ വളരെ നന്ദിയുണ്ട്. സാറിൻ്റെ അഡ്വൈസും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് സാർ. You cannot take it as an advice. It is my way of expression. Okay? Exactly. I am not at all a person that who can give advice. I mean, no, I am not able to give advice. It is not like that. From every individual's life, they have something to say to the community. This is obviously എന്താ പറയുക, നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന ഒരു ചെറിയൊരു കാര്യമാണ്. അത് അഡ്വൈസ് രൂപത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ നിന്നല്ലേ എടുത്ത് പറഞ്ഞിരിക്കും സാർ, ലോയലായിട്ടിരിക്കണം എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വൈസ്. എന്തായിരുന്നാലും സമയം തന്നതിന് വളരെ നന്ദി സാർ. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ ഇനിയും ആംബിഷൻ 80-95% ഫുൾഫിൽ ആയ ആംബിഷൻ മേക്ക് യു ടു 100% ലെവൽ. മേ ഗോഡ് ബ്ലെസ് യു ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you very much. Thank you very much. നമ്മൾ ഇന്നത്തെ പരിപാടി കവർ ചെയ്യുന്നത് അബുദാബിയിൽ നിന്നാണ്. ആസ് യു ഓൾ നോ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാനമാണ് അബുദാബി. നിരവധി ഇന്ത്യക്കാർ മാത്രമല്ല, മറ്റുള്ള കൺട്രീസിൽ നിന്നും നിരവധി പേര് ജോലി ചെയ്യുന്ന ഒരു ഹബ്ബായിട്ടാണ് നമ്മുടെ UAE നിൽക്കുന്നത്. റീസൺ വൈ ഇസ് ദിസ് ഇസ് എ ബിഗ് പ്ലേസ് ഫോർ ഡൂയിങ് ബിസിനസ്. ട്രേഡിങ്ങിന് വളരെ നല്ല സ്ഥലവുമാണ്. മാത്രമല്ലാതെ ഇവിടെ മെയിൻ ബിസിനസ്സായിട്ട് കൺസ്ട്രക്ഷനും മാത്രമല്ലാതെ സീ ബേസ്ഡ് ബിസിനസ്, ഇതിന് ചുറ്റുമുള്ള മറ്റുള്ള ലോജിസ്റ്റിക്സ് എന്നുള്ള രീതിയിൽ കുറേ ബിസിനസ് ഇവിടെ നടക്കുന്നുണ്ട്. ആൻഡ് എവറി ബിസിനസ് മാൻ ആൻഡ് എവറി പ്രൊഫഷണൽ ഹു വർക്ക്സ് ഹിയർ ഇൻ UAE ഹാസ് ദെയർ ഓൺ സ്റ്റോറി. അവർക്കായിട്ട് സ്വന്തമായിട്ട് പറയാനായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നാട്ടിൽ നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ അച്ഛനമ്മയോട് കൂടി സന്തോഷമായി ജീവിക്കുമ്പോൾ ഇവിടെ വരുന്നവർ അച്ഛനമ്മയുടെ ആ സ്നേഹം വിട്ടിട്ടാണ് വരുന്നത്. റീസൺ വൈ ഇസ് ദേ വോണ്ട് ടു ബിക്കം ബെറ്റർ ഇൻ ലൈഫ്. മാത്രമല്ലാതെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ജീവിതമാർഗം തേടി മാത്രം നിരവധി പേര് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നിരവധി എക്സ്പീരിയൻസ് നമുക്ക് ഗെയിൻ ചെയ്യാനുണ്ട്. ആൻഡ് ഹി ഈസ് ദ CEO of Alligator Shipping Company LLC at Abu Dhabi as well as at Dubai. And I'm just going to invite Mr. Venkat for our program. എന്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം. വളരെ സന്തോഷം തോന്നുന്നു. ഓരോരോ എപ്പിസോഡ് എടുക്കുമ്പോഴും നിരവധി എക്സ്പീരിയൻസ് എനിക്കും കിട്ടുന്നുണ്ട്, അഫ്കോഴ്സ് നമ്മുടെ പ്രേക്ഷകർക്കും. സാറിൻ്റെ ജീവിതശൈലി, സാറിനെ ഇവിടെ ഞങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഓഫീസിൽ കാണുന്നത് വളരെ പ്ലസന്റ് ആയിട്ട് വളരെ ഹാപ്പി മൂഡിലിരിക്കുന്ന ഒരു ബിസിനസ്മാൻ. ദാറ്റ് ഇസ് സംതിങ് യുണീക്ക് ഐ ക്യാൻ സേ. ബിക്കോസ് ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫേസിൽ നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അന്നത്തെ ദിവസം മുഴുവൻ ടെൻഷൻ കയറ്റി പൈലപ്പ് ചെയ്തായിരിക്കും ആ ഫേസിൽ അത് റിഫ്ലക്ട്. ബട്ട് ടുഡേ വെൻ വി എൻറ്റർഡ് വി വർ ആക്ച്വലി സർപ്രൈസ്ഡ് ആൻഡ് വി ആർ വെരി ഹാപ്പി ടു സീ യു. സോ ലെറ്റ്സ് കം ആൻഡ് നോ ദ സീക്രറ്റ് ഓഫ് വേർ യുവർ ഹാപ്പിനെസ് ലൈസ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ജന്മസ്ഥലം എവിടെയാണ്? എൻ്റെ ജന്മസ്ഥലം ബോംബെയാണ്. ജനിച്ചു വന്നതൊക്കെ ബോംബെയാണ്. പൂർവികം പറയുന്നത് പാലക്കാടാണ്. സോ ഞങ്ങൾ 2 സിസ്റ്റേഴ്സും 3 ബ്രദേഴ്സാണ്. മൂത്തവൾ തൃശ്ശൂരിൽ അവർക്ക് സ്വന്തം ബിസിനസ് ഉണ്ട്, സീതാറാം ടെക്സ്റ്റൈൽ പറഞ്ഞിട്ട്. രണ്ടാമത്തെ സിസ്റ്റർ അബുദാബിയിൽ തന്നെ ജോലി ചെയ്യുക. മൂത്തവൻ റിട്ടയറായി, ബ്രദർ റിട്ടയറായിട്ട് ചെന്നൈയിൽ
ഒരു പ്രൈവറ്റ് ഫേമിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോയി ജോലി ചെയ്യാണ്. എത്ര ജനറേഷൻ മുമ്പാണ് നിങ്ങൾ ബോംബെയിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്നത്? യുവർ ഫാദേഴ്സ് ജനറേഷൻ? എൻ്റെ ഫാദേഴ്സ് ജനറേഷൻ. എൻ്റെ ഫാദർ ഹാസ് ഷിഫ്റ്റഡ് ടു ബോംബെ 1937 എന്തോ ആണ്. അപ്പോൾ തൊട്ട് ഈസ് ഇൻ ബോംബെ. അപ്പോൾ ഈ 2 വർഷം മുമ്പ് പാസ്റ്റ് അവേ. Father is basically is a social worker and he is associated with a temple for the last 60 years in Bombay. A place called Matunga. അവിടെ ഒരു കൊച്ചു ഗുരുവായൂർ പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിളിൽ യു ഹാവ് എവറി ഗോഡ്, കൊച്ചു ഗുരുവായൂർ, രാമർ, ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, ഇതൊക്കെ എൻ്റെ ഫാദർ വന്ന ശേഷമാണ് എല്ലാം കൊണ്ടുവന്ന്. ആൻഡ് ദാറ്റ് ടെമ്പിൾ ഈസ് റൺ ബൈ ദി പബ്ലിക്. ഞങ്ങളുടെ ആ ടെമ്പിളിൽ ഫാദർ ഇതുവരെ they are not gone out for taking a penny for donation. People will come and give donation by the way the temple runs. അതില് 60 വർഷമായിട്ട് he is running the temple and such a great man and so well known into the Hindu community in Bombay. വളരെ ഗോഡ് ആയിട്ട് അടുപ്പമുള്ള very exactly. So അങ്ങയുടെ മോനായിട്ട് പറഞ്ഞ് ഞങ്ങളൊക്കെ വിഷുവിന് ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രൗഡ്നെസ്സും അതിനൊരു ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തിന് വേണം നന്ദി പറയാൻ. ബിക്കോസ് ദൈവത്തിനോട് മാത്രം തന്റെ ജീവിതം അർപ്പണിച്ചത് ഒരു കാലല്ല, 60 വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് ഇയർ. അങ്ങേര് ജോലി ചെയ്യുന്ന കമ്പനി അവരും വളരെ സപ്പോർട്ടായിരുന്നു ഫാദറിന് വേണ്ടി. So he could stay in the temple whenever he wants to go. പിന്നെ റിട്ടയർ ആയ ശേഷം വീട്ടിൽ അവർ ഓഫീസ് വെച്ച് കൊടുത്തവർക്ക്. They never left him. They said you have to be there. എല്ലാം നോക്കിയായിരുന്നു. ആൻഡ് മരിക്കുന്നവരെ മക്കളുടെ ആരുടെയും സപ്പോർട്ട് മേടിച്ചിട്ടില്ല. ഹി വാസ് ഓഫ് ഹിസ് ഓൺ. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി കിട്ടുന്ന മഹാപ്രശ്നം ഇതാണ്. ഹി ഹാൻഡിൽ എവറിത്തിങ് ഓഫ് ഹിസ് ഓൺ. മക്കൾക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. എങ്ങനെയായിരുന്നു അച്ഛൻ മരിച്ചത്? അങ്ങനെ ഓൾഡ് ഏജ് ആണ്. ഈ ഡൈഡ് അറൗണ്ട് 87. സോ നോ ഡിസീസസ്. അയാളുടെ ഫസ്റ്റ് ഡിസീസ് വന്ന് ഹി ഹാഡ് എ ബൈപ്പാസ് ഇൻ 65. അതാണ് ഫസ്റ്റ് ടൈം ഹി ഹാഡ് എ ഓപ്പറേഷൻ ഇൻ ഹിസ് ലൈഫ്. ബട്ട് ഹി ഗോട്ട് ത്രൂ 2 or 3 ഓപ്പറേഷൻസ് ആണ്. ഹി ഗോട്ട് ത്രൂ എവറിത്തിങ് ആൻഡ് till 86 he was very active. He was not bedridden at all. All the time he was active. ആരെയും ഡിപ്പെൻഡ് ചെയ്യില്ല. മക്കൾ കൂടി ഡിപ്പെൻഡ് ചെയ്യില്ല. ഹി ഈസ് ഓഫ് ഹിസ് ഓൺ. വീട്ടിൻ്റെ താഴത്ത് കാർ നിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഹി വിൽ നോട്ട് ഡിപ്പെൻഡ് ഓൺ എനിബഡി ടു ഡ്രോപ്പ് ഹിം. അങ്ങനെ ടാക്സി പിടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയാണ്. സി അങ്ങനത്തെ ക്വാളിറ്റി, മെയിൻ ക്വാളിറ്റി എന്തായിരുന്നു പറഞ്ഞാൽ ഹി വാസ് സോ ഹെൽപ്ഫുൾ ടു പീപ്പിൾ. If anybody has got any need, he always there. He never ever talked bad about anybody. People talk many things, but he never talked bad about anything. And he was completely devoted to the temple. Kindness. That is something, that is what has really brought him and that sort of recognition in that institution, society. ആൻഡ് ആ കൈൻഡ്നെസ് പാസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന അദ്ദേഹം ചെയ്ത ആ നന്മ, അതിന്റെ ബ്ലെസ്സിങ് കിട്ടിയിരിക്കുന്നത്, that is what has come across to us. ഞങ്ങൾ 2 sisters and 3 brothers. Everybody is having a very peaceful life. It all because of his blessings. കുടുംബത്തിലെ അച്ഛൻ അമ്മ എന്ന് പറയുന്നവർ വളരെ വളരെ എന്താ പറയാ, അവര് സാക്രിഫൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്ന 2 വ്യക്തികളാണ്. ആ 2 പേരുടെ സാക്രിഫൈസ് എത്രത്തോളം ഉണ്ട് അത്രത്തോളം മക്കളുടെ ജീവൻ നല്ലൊരു രീതിയിലെത്തും. അത് ഇന്ന എക്സാമ്പിൾ ആണ് താങ്കളുടെ. അവർ നമ്മൾ അതുമാതിരി ബ്രോട്ടപ്പ് ചെയ്ത കാരണം we are family also, we are all together. That is very, today's generation is very difficult to find such that's what that unity is not at all there because such a സ്വന്തം ബ്ലഡില് സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലുന്നതടക്കം നമ്മൾ കാണുന്നുണ്ട്. Just for the matter of money or material. Exactly. And അത് മാത്രമല്ല, when he came to Bombay, അങ്ങേര് വന്ന് ഒത്തിരി ആൾക്കാരെ നാട്ടിന് കൊണ്ടുവന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ തന്നെ അവർക്ക് ജോലി കൊടുത്ത് എൻ്റെ അങ്കിൾസ് ഒത്തിരി ആൾക്കാർ കൊണ്ടുവന്ന് ജോലി കൊടുത്ത് they are all in good position. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഗൾഫിൽ എത്തുന്നത്? ഞാൻ ഗൾഫിൽ വന്നത് 93-ലാണ്. ഓൾമോസ്റ്റ് completed 20 years. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗൾഫിൽ വന്നത്? ഞാൻ ഈ ഷിപ്പിംഗ് ഫീൽഡിൽ ഓൾമോസ്റ്റ് ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ഇൻ 78. So almost now 30 years. Okay, from Bombay. Okay. So you
want to അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ just said let's give a try in Gulf. അങ്ങനെ പറഞ്ഞ് I came into Gulf. എങ്ങനെ വിസിറ്റിംഗ് വിസയിലാണോ വന്നത്? ഇല്ല, ഞാൻ വന്നത് വിസിറ്റിംഗ് വിസയിലാണ്. ആൻഡ് ദെൻ ഇവിടെ ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം ഷിപ്പിംഗ് സർക്കിളിൽ, ബട്ട് ഐ നെവർ യൂസ് മൈ കോൺടാക്ട്സ് അറ്റ് ഓൾ. അങ്ങനെ വലിയ വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ ആൾക്കാരൊക്കെ എനിക്കറിയാം, ബട്ട് ഐ നെവർ യൂസ് ദം. And എന്നെ ഗൾഫിൽ കൊണ്ടുവരുന്നത് the full credit I have to give to my sister who's here. Being a good person is very important in life. And ഇത് ഈ കാലിബർ അല്ലെങ്കിൽ ഈ ക്വാളിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റി തീർച്ചയായിട്ടും I think it would be there in your business life also. 100%. It is 100%. Because you give importance for the relationship. You give importance for the human value. Exactly. നമ്മൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 4 വർഷമായി, 4ാമത്തെ വർഷം പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫ് ഉണ്ട്. They are all like a family member. We treat them as a family member. I don't treat them as my staff. അവർക്ക് പ്രശ്നം പറഞ്ഞാൽ always there to help them out, you know. And they also there with us. അതൊരു അഫെക്ഷൻ അവർക്കും കിട്ടുന്നുണ്ട്. They know that doorly anytime they want they drop in. They don't even knock it. They just bang and come inside. They have all that freedom കൊടുത്തിട്ടുണ്ട്, you know. So that makes a lot of difference. Exactly. And that is also help company to grow. Yeah. ഒരു ബിസിനസ്മാന് ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. It's always a team. ബിസിനസ്മാൻ can develop only if he has a committed team. Exactly. ആ കമ്മിറ്റഡ് ആയിട്ട് അവരുടെ ആ കമ്മിറ്റഡ് ടീം നമുക്ക് കിട്ടണമെങ്കിൽ that businessman has to give something which is more than money. That is the love and affection towards the human. അത് സാർ ഇന്ന് കൊടുക്കുന്നുണ്ട്, സാറിന് അതിന് തിരിച്ച് കിട്ടുന്നുണ്ട്. 100% സംശയമില്ല. അതിപ്പോ എങ്ങനെയാണ് ഇവിടുത്തെ എംപ്ലോയീസ് ഒക്കെ ഇവിടെ വന്ന ശേഷം സാർ സെലക്ട് ചെയ്ത എംപ്ലോയീസ് ആയിരുന്നു? 4 എംപ്ലോയി ഞാൻ മുമ്പ് ഇവിടെ ജോലി ചെയ്ത് അവർ എൻ്റെ കൂടെ വന്നു. I mean, I never insisted them. Okay. They said, no, we are going to work with you. We came to that company because of you and we will join you. He said, ഞാൻ പറഞ്ഞു ഈ കമ്പനി പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. You don't know what is the situation. He started in recession. He said, we will all together build up the company, sir. We will be with you. Excellent. And till they are with us. Any man can develop if you have that confidence. So success, in the success is their success. What is coming in your mind? Well, whatever hard work we put, the result is coming now. So you're happy about it? Absolutely. You feel the life is content now? 100%. Okay. ഇത്രയും ഒരു നല്ല ബിസിനസ്മാൻ്റെ ഇത്രയും ഒരു സെൽഫ് ഡെഡിക്കേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വാളിറ്റീസിന് നമ്മൾ ആദ്യം ഡെഡിക്കേറ്റ് ആവണം. അപ്പോൾ അത്രയും ഒരു നല്ലൊരു മനസ്സിന് സപ്പോർട്ട് ചെയ്യാൻ വീട്ടിൽ വൈഫ് again comes another full credit goes to her. Full credit goes to her. All my success is for my wife. Credit goes to my wife. How does she supported you in your business? Moral support? It's a moral support, and you know, I mean, most of them I was away. You know, from the day I got married, she knows what is my field of work. And yeah, marriage I was most of them in the port, 24 hours working on the port. Yes. She supported me like anything, you know. എത്ര കുട്ടികളുണ്ട്? ഞങ്ങൾ 3 കുട്ടികളുണ്ട് എനിക്ക്. 3 ആൺകാർ. മൂത്തവൻ ബോംബെയിൽ ജോലി ചെയ്യുന്നുണ്ട്, ആക്സെഞ്ചറിൽ. രണ്ടാമത്തെ എൻ്റെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. He's almost not completing 1 year. I brought him to Abu Dhabi to work with me. Third one is studying 9th standard. ഇത്രയും ഒരു പീസ്ഫുള്ളായ ലൈഫിൽ നമ്മൾ ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നൊരു നല്ല സൊസൈറ്റീനെ സാറ് കൊണ്ടുവന്ന് കഴിഞ്ഞു ആൾറെഡി. ബിക്കോസ് ഇന്ന് ഈ പകർന്ന് ഈ ഡോറിൻ്റെ അപ്പുറം വർക്ക് ചെയ്യുന്ന ഈ എംപ്ലോയീസിനൊക്കെ ഈ ക്വാളിറ്റീസ് കിട്ടുന്നു. അവരുടെ ഫാമിലിയിൽ അത് സ്പ്രെഡ് ആവും, അവരുടെ ഫാമിലിയിൽ സ്പ്രെഡ് ആവും, മറ്റുള്ളവർ സ്പ്രെഡ്. അതൊരു സമൂഹത്തിന് യു ഹാവ് ക്രിയേറ്റഡ്. ഇത് അല്ലാതെ സാമൂഹ്യ പ്രവർത്തനമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സാമൂഹിക പ്രവർത്തനം പറഞ്ഞാൽ I just sponsor for some programs, you know. അതില്ലാതെ വേറെ പേഴ്സണലായിട്ട് ചെയ്യാൻ ഡെഡിക്കേഷൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. വിത്ത് ടുവേഴ്സ് ദ വർക്ക് ആയ കാരണം ഞങ്ങളുടെ വർക്കിൻ്റെ നേച്ചർ അങ്ങനെയാണ്.
So anybody comes for help, we still help them out. അത് മതി. Whatever way we can. That's it. ഇപ്പൊ ഇന്ന് എനിക്ക് ഞാൻ നിരവധി ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്, നിരവധി പേരെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരുടെ ജീവിതം ഓരോ വ്യത്യസ്തമാണ്. ഇന്ന് സാറിന്റെ ജീവിതത്തിൽ സാർ ഒന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കലി സമൂഹം നന്നായിക്കോളും. Exactly. Because you are passing, you are sharing your good values. That is the more important thing than money. Again, True. I'm coming to that one: money, love, and dedication. Exactly. Out of that, money plays a very If you have the first two things, the money automatically comes. You know. ലവ് ആൻഡ് ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ പൈസ തന്നെ വരും. അപ്പോൾ പൈസ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ക്യാൻ ഫോം എ വെരി ഗുഡ് സൊസൈറ്റി. Exactly. And may God bless you for all these stuffs. I am so happy. I'm Thanks really a so lot. happy Thank you very much. interviewing you. ഇന്നിപ്പോൾ എനിക്ക് വളരെ കണ്ടന്റ് ആയിട്ട് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നല്ല ഇപ്പോൾ എനിക്ക് മനസ്സിലായ തേജസ് എവിടുന്നാണ് വന്നത്, അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ സക്സസ് സ്റ്റോറി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർക്കും വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി സാറ് ബിസിനസ് മീറ്റിംഗ് എന്തോ ഉണ്ടായത് അതിനിടയിലാണ് നമുക്ക് 30 minutes സ്പെൻഡ് ചെയ്തത്. ഇറ്റ് ടുക്ക് ലോങ് ടൈം. താങ്ക് യു സോ മച്ച് ഫോർ Thank you very much. Thank you.